വെൽക്കം ടു സുധാസ് വേൾഡ്. ഇത് കണ്ടോ, ഇന്ന് അരിപ്പൂരി, അരിപ്പൊടി വെച്ചിട്ടുള്ള പൂരിയാണ്. എന്ത് നന്നായിട്ടാണ് നമ്മൾ ഇതിൻ്റെ ടേസ്റ്റ് അറിയോ എന്ന് മാത്രമല്ല, നമ്മൾ ഈ ഗോതമ്പ് മാവ് വെച്ചിട്ടുണ്ടാക്കും. ഇത് ശരിക്കും ഗ്ലൂട്ടൻ ഫ്രീ ആണ്. നല്ല ടേസ്റ്റാണ്. അത് ആ ഉണ്ടാക്കുന്ന രീതിക്ക് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഞാൻ ഈ അരിപൂരി ഉണ്ടാക്കണമെന്ന്. ഇപ്പോൾ അരിപ്പൂരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ ഒരു കപ്പാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഇതിൽ ഞാൻ 1.5 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് വേണ്ടത് കുറച്ച് ഉപ്പ്, ഇത്ര ഉപ്പിടുന്നുണ്ട്. എന്നിട്ട് നല്ല ചുടുവെള്ളം, തിളയ്ക്കേണ്ട സ്റ്റേജ് എത്തുന്ന ചുടുവെള്ളമാണ് വേണ്ടത് കേട്ടോ. ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത ശേഷം ഞാൻ ഈ വെള്ളം ഇപ്പം നല്ലോണം ചൂടായി. ഇതിലിപ്പോൾ ഞാൻ അതേ അളവിൽ 1.5 കപ്പ് വെള്ളം വെച്ചിരിക്കുകയാണ്. ഇനി ഈ വെള്ളം കുറച്ചായിട്ട് ഇതിലേക്ക് ഒഴിക്കാൻ പോകണം. അങ്ങനെ ഒരുമിച്ച് മുഴുവൻ ഒഴിക്കരുത്. എന്താ കാരണം വെച്ചാൽ ഈ ഓരോ അരിപ്പൊടി ഓരോ വിധത്തിലായിരിക്കും. അപ്പോൾ നമുക്ക് അതിൻ്റെ വെള്ളം നോക്കിയിട്ട് വേണം ആഡ് ചെയ്യാൻ. അപ്പോൾ ഞാനിതാ ഇങ്ങനെ കുറച്ചായിട്ട് ആഡ് ചെയ്യാൻ പോകും കേട്ടോ. ചിലപ്പോൾ ഇത് മുഴുവനും എടുക്കും. മുഴുവനും വേണ്ടി വരും എന്നുള്ളതാണ്. മുഴുവൻ ഒഴിച്ചിട്ടാണ് നമ്മളിതിനെ മിക്സ് ചെയ്യേണ്ടത്. അപ്പോൾ എന്തായാലും ഞാനിപ്പോൾ അതിനെ മുഴുവൻ ഇങ്ങനെ ഒഴിക്കുകയാണ് കേട്ടോ. ഇപ്പോൾ അതിൽ മുഴുവൻ വെള്ളവും ഞാൻ ഒഴിച്ചു. ഇതാ കേട്ടോ, മുഴുവൻ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാൻ നന്നായിട്ടൊന്ന് കുഴയ്ക്കുക. നമ്മൾ കുഴയ്ക്കുമ്പോൾ അരിയുടെ പാകം വെള്ളം അപ്പോൾ കറക്റ്റായിട്ട് എടുത്താൽ ഇത് വളരെയധികം. ഇനിയിപ്പോൾ ഞാൻ ചൂടൊന്നും ആറിയതുകൊണ്ട് ഞാനിത് കൈ കൊണ്ടൊന്നും ഇങ്ങനെ കുഴയ്ക്കുകയാണ്. ഇപ്പം ഞാൻ ഈ മാവ് അങ്ങനെ നല്ല സോഫ്റ്റായിട്ട് കണ്ടു ഇങ്ങനെ കുഴച്ചിട്ടുണ്ട്. ഇതിന് ഒരു 5 മിനിറ്റ് ഒന്ന് മൂടി വെക്കാം കേട്ടോ. ഞാൻ എൻ്റെ സാധനങ്ങളൊക്കെ എടുത്തിട്ട് പരത്താനുള്ള റെഡി ആകുമ്പോഴേക്കും ഞാനിതിനെ ഇങ്ങനെ ഒന്ന് അടച്ച് വെക്കും. ഒരു 5 മിനിറ്റ്സ് ഒന്ന് റെസ്റ്റ് ചെയ്യാം. പക്ഷേ ഡ്രൈ ആവാൻ പാടില്ല, അത് സൂക്ഷിക്കണം. മാവ് ഒരിക്കലും ഡ്രൈ ആവാൻ. ഇപ്പോൾ ഈ മാവ് ഞാനിങ്ങനെ എടുത്തു. ഇതിന്ന് ഞാനിങ്ങനെ ഒരു ഈ അരിപ്പൂരി ഉണ്ടാക്കുമ്പോൾ മറ്റേ പൂരിമാരിയല്ല ഇത്. കുറച്ചൊരു ഘനം ഇല്ലെങ്കിൽ അതിൻ്റെ അരികൊക്കെ പൊട്ടിപ്പോവും. പിന്നെ അതിൻ്റെ ആ ഒരു എന്താ പറയുക ക്രിസ്പിനെസ് കിട്ടണമെങ്കിൽ കുറച്ച് വലിയ ഉരുളയായിരിക്കണം. എന്നിട്ട് ഞാനിപ്പോൾ ഇങ്ങനെ ഇവിടെ ഒരു ബട്ടർ പേപ്പർ വെച്ചിരിക്കുകയാണ് കേട്ടോ. ഈ ബട്ടർ പേപ്പർ വെച്ചിട്ട് ഞാൻ ഈ ഉണ്ട ഇവിടെ വയ്ക്കുകയാണ്. എന്നിട്ട് ഇതിനെ ഒന്നിങ്ങനെ മെല്ലെ പരത്തുകയാണ്. ഇതിലേക്ക് ഞാൻ കുറച്ച് എണ്ണ കൈ കൊണ്ട് തടവുകയാണ്. എന്താ കാര്യം എന്ന് വെച്ചാൽ അതിൻ്റെ മുകളിലൊരു വെറുതെ തിരിങ്ങനെ ഒരു എണ്ണ തടവിയിട്ട് ഞാൻ ഇവിടെ ഒരു ബട്ടർ പേപ്പർ വയ്ക്കുകയാണ് ഇതിൻ്റെ മുകളിൽ. എന്നിട്ട് നോക്കിക്കോളൂ, ഇങ്ങനെ ഒരു പ്ലേറ്റ് വെച്ചിട്ട് ഞാൻ പ്രസ് ചെയ്യാം. അത് ഒരുപാട് ഹാർഡായിട്ട് പ്രസ് ചെയ്യരുത്, വളരെ മിനിമമായിട്ട് ഇതങ്ങനെ ഒന്ന് പ്രസ് ചെയ്യും. നോക്കിക്കോളൂ. ഇനി ഇതിനെ ഒന്നിങ്ങനെ എടുക്കുക കേട്ടോ. എന്നിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് എൻ്റെ എണ്ണ കാഞ്ഞ ശേഷം ഞാനിത് അതിലേക്ക് ഇടും. ഈ തിക്നെസ് വേണം. ഈ ഒരു തിക്നെസ് ഉണ്ടെങ്കിൽ ഭൂരി നന്നായിരിക്കുള്ളൂ. ഇപ്പം ഞാൻ ഈ ഭൂരി ഇങ്ങനെ എടുത്തിട്ട് എണ്ണയിലേക്ക് ഇങ്ങനെ ഇടുക. അപ്പോൾ എന്ത് മാതിരിയാണ് അത് പൂരി പൊളച്ച് വരുന്നതെന്ന് കണ്ടു. നല്ല പൊളം വരും. ഇനി ഇതിനെ ഒന്ന് ഇങ്ങോട്ടേക്ക് മറിച്ചിടും. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുള്ള സോഫ്റ്റ് പൂരി നമുക്ക് കിട്ടും. ഇപ്പം നമുക്ക് അരി വെച്ചിട്ട് നന്നായി ഉണ്ടാക്കാൻ പറ്റും. ഇത് ഗ്ലൂട്ടൻ ഫ്രീ ആയതുകൊണ്ട് ഞാൻ പറയുകയാണ്, നമുക്ക് അതിൻ്റെ അളവും എണ്ണയും. ഇനിയിപ്പോൾ ഞാൻ ഒരു 2-3 കൂടി ഇങ്ങനെ ഇതുണ്ടാക്കി കാണിക്കാം. നോക്കിക്കോളൂ. ഇപ്പം ഞാൻ അടുത്ത പൂരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇതിൻ്റെ മുകളിലേക്ക് വേറെ ഉണ്ട വെച്ച് സ്ലൈറ്റായിട്ട് ഇങ്ങനെ തട്ടിയിട്ടുണ്ട്. ഇനി ഇതെങ്ങനെ ഒന്ന് വയ്ക്കുക. ഇങ്ങനെ നിങ്ങൾക്ക് ഇതിലും ഉണ്ടാക്കാം. നമ്മുടെ ചപ്പാത്തി മേക്കർ ഉണ്ടല്ലോ പ്രസ് ചെയ്യുന്നത്, അത് ഞാൻ ഉപയോഗിക്കാറില്ല. അതിൽ നന്നായി വരും കേട്ടോ. അതും ഉണ്ടാക്കാം.
അതിലും ഉണ്ടാക്കാം. ഇത് ഒന്നും കൂടി ഞാനിങ്ങനെ സ്ലൈറ്റായിട്ട് പ്രസ് ചെയ്യണം. ഒരുപാട് ഇങ്ങനെ പ്രസ് ചെയ്ത് പൊട്ടിക്കാൻ പാടില്ല കേട്ടോ. ഇങ്ങനെ ഒന്ന് തിരിച്ചാൽ ഇത് നല്ല രീതിയിൽ പരന്ന് വരും. കണ്ടു. ഇപ്പോൾ ഇതാ ഞാൻ ഈ അടുത്ത ഊരി എന്താ ഇങ്ങനെ എടുക്കുകയാണ്. എന്നിട്ട് ഇതാ എണ്ണയിൽ ഇങ്ങനെ ഇടുക. ഉള്ളിലേക്കൊന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. നന്നായി പൊളച്ച് നോക്കുള്ളൂ. ഇനി ഞാനിതിനെ ഒന്ന് മറിച്ചിടും. അതിന് മുകളിലേക്ക് ഇങ്ങനെ ഇങ്ങനെ തടവി ഇങ്ങനെ 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 ഒഴിച്ചാൽ നന്നായിട്ട് ഈ ഗോരി പോകാൻ ഒന്ന് ഇങ്ങോട്ടേക്ക് മറിച്ചിടുക. അപ്പം നോക്കുള്ളൂ. കാണുന്നുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. കണ്ടോ, നല്ല പുസ്സൊന്ന് പൊളച്ച് വരും. നമ്മുടെ മറ്റേ പൂരിയെക്കാട്ടിലും ഇത് നന്നായി. പിന്നെ തീ നല്ല ഹൈയിലായിരിക്കണം, എന്നാൽ മാത്രമേ ഈ പൂരി നന്നായി വരും കേട്ടോ. ഇങ്ങനെ എൻ്റെ രണ്ടാമത്തെ പൂരിയായി. ഇനി ഒരെണ്ണം കൂടെ ഞാൻ കാണിക്കാം. നല്ല സോഫ്റ്റായിട്ട് വരുന്ന പൂരിയാണിത്. നല്ല ക്രിസ്പി ആയിരിക്കും. ടേസ്റ്റ് നിങ്ങൾക്ക് ഇത് വെറുതെ തിന്നാനുള്ളൊരു ആശ വരും. ചില അത്രയും ടേസ്റ്റിയാണ് ഈ പൂരി. ഇനി ഒരെണ്ണം കൂടി ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്യാൻ നിർത്തിയിട്ട് കൂടുതൽ ഫോഴ്സ് കൊടുത്താൽ പൊട്ടിപ്പോവും ഇങ്ങനെ കേട്ടോ. എന്നിട്ട് ഇതിനെ ഒന്ന് ഇങ്ങനെ തിരിച്ചാൽ ഒന്നും കൂടി, ഞാൻ എന്നും പറയുന്ന മാതിരി തന്നെ ഇപ്പോഴും പറയുകയാണ്, ഒരുപാട് ലൈറ്റ് ആവരുത്. ഇത് കുറച്ച് ഘനം ഉണ്ടാവണം. ഈ അരികിൽ നോക്കിയാൽ നിങ്ങൾക്ക് നല്ലോണം അറിയും. ഇത് ഇതുണ്ട്, ഇത്തിരി ഒരു ഘനം, ഈ ഘനം വേണം. എങ്കിൽ മാത്രമേ ഈ അരി പൂരി, ദിസ് ഇസ് ഗ്ലൂട്ടൻ ഫ്രീ ആണ്. ചപ്പാത്തി മാവ് അരിയാൽ കൂടുതൽ ഗ്ലൂട്ടൻ ഇല്ല. അപ്പോൾ ഇത് വേഗം പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ അതിന് എന്ത് ചെയ്യണം, ഘനം കുറച്ച് കൊടുക്കണം. ഇത്തിരി ഘനമില്ലെങ്കിൽ അത് നന്നായി വരില്ല. അത് നോക്കിക്കോളും. നല്ലോണം തീ ഇങ്ങനെ ഒന്ന് കത്തിക്കൊണ്ടിരിക്കണം. പിന്നെ അതുമാത്രമല്ല, നമ്മളതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഇത് പൊളയ്ക്കുന്നുണ്ട്. ഇതാണ് പൊളയ്ക്കുന്നത്. എല്ലാ പൂരിയും ഇങ്ങനെ വളരെ സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടും കേട്ടോ. ഞാൻ ഇനി ഒരെണ്ണം കൂടി ഉണ്ടാക്കുന്നുണ്ട്. ഒരു 4 എണ്ണം ഞാനിപ്പോൾ ഉണ്ടാക്കിയിട്ട് കാണിക്കുകയാണ്. ഇത് നല്ല രസമുണ്ട് ഉണ്ടാക്കാൻ. അവിടെ മറ്റേ പൂരിമാരിയെല്ലാം ഉണ്ടാക്കി ഇടുമ്പോഴേക്കും നല്ലോണം നല്ല വെള്ള കളറാണ്. കുടിക്കും. ആ ഇപ്പോൾ വളരെ സക്സസ്ഫുള്ളായിട്ട് നമുക്ക് ഇത് ഉണ്ടാക്കാൻ പറ്റും. വളരെ ടേസ്റ്റിയാണ് കേട്ടോ ഇത്. നിങ്ങളിത് വളരെ ഒരാൾക്കും ഇതിനൊരു ഭയം വേണ്ട, ശരിയാവില്ല എന്ന്. ചൂടുവെള്ളം ഒഴിച്ച് കുഴയ്ക്കാൻ നല്ല ചൂടുള്ള വെള്ളമായിരിക്കണം. ഞാനിപ്പോൾ എൻ്റെ തീ ഓഫ് ചെയ്യാണ്. നല്ല ക്രിസ്പി ആയിട്ട് വരും. അപ്പോൾ എൻ്റെ ഇങ്ങനെ 4 പൂരി ശരിയായി. ഞാനിത് കാണിക്കുമ്പോൾ ഇപ്പം നോക്കിക്കോളൂ, എൻ്റെ പൂരിയൊക്കെ നല്ല വളരെ സ്പഷ്ടമായി വളരെ ക്ലിയർ ആയിട്ട് വന്നു. അത് കഴിക്കാനൊരു സ്പെഷ്യൽ ഉരുളക്കിഴങ്ങ് കറി. ഇത് നമ്മൾ പൂരിക്ക് ഉണ്ടാക്കുന്ന വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് ഈ കറി കൂട്ടിയിട്ട് ഈ പൂരി കഴിക്കാം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് എനിക്ക് ഇതിൻ്റെ ഫീഡ്ബാക്ക് തരിക. ഇത് വളരെ ടേസ്റ്റി ആയിരിക്കും. എല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക. പറഞ്ഞാൽ നമ്മൾ ആ ഭൂരി ഇഷ്ടംമാതിരി ഉണ്ടാക്കാറുണ്ട്. ഈ ഭൂരി നമ്മൾ ഉണ്ടാക്കുന്നത് വളരെ റെയറായിട്ടായിരിക്കും. നിങ്ങളെല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കൂ. സോ ഇറ്റ്സ് ബൈ ഫ്രം സുധാ മേനോൻ. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണും വരെ ഇറ്റ്സ് ബൈ.